നമസ്കാരം. മസ്താനിയെ ഒനിൽ സാബു മോശമായി സ്പർശിച്ചുവെന്ന പേരിൽ ലക്ഷ്മി ഉയർത്തിയ ആരോപണം ബിഗ് ബോസ് ഹൗസിനകത്തും പുറത്തും വലിയ പൊട്ടിത്തെറിക്ക് കാരണമായിരിക്കുകയാണ്. മത്സരത്തിനിടയിൽ അബദ്ധത്തിൽ സാബു മസ്താനിയുടെ കയ്യിൽ തൊടുകയായിരുന്നു. ഉടൻ തന്നെ താരം ക്ഷമ ചോദിക്കുകയും ചെയ്തു. എന്നാൽ മസ്താനി ഈ കാര്യം ലക്ഷ്മിയോട് സംസാരിച്ച് അതിൽ സംശയം പ്രകടിപ്പിച്ചു. കേട്ട പാതി കേൾക്കാത്ത പാതി ലക്ഷ്മി ഇത് ഏറ്റുപിടിക്കുകയും ഒനീലിനെതിരെ രംഗത്തെത്തുകയും ചെയ്തു. പിന്നീട് സംഭവത്തിൽ ലക്ഷ്മി ഒനീലിനോട് മാപ്പ് പറയാൻ പോയെങ്കിലും ഒനീൽ അത് അംഗീകരിച്ചില്ല. ഒനീൽ മസ്താനി വിവാദം ഇന്നത്തെ എപ്പിസോഡിൽ അവതാരകനായ മോഹൻലാൽ ചോദ്യം ചെയ്യുന്നുമുണ്ട്. ഇതിൻ്റെ പ്രമോ വീഡിയോ ഏഷ്യനെറ്റ് പങ്കുവച്ചു. അതേസമയം വിഷയത്തിൽ ലക്ഷ്മിയെ പിന്തുണച്ചുള്ള ചില കുറിപ്പുകൾ ബിഗ് ബോസ് ആരാധക ഗ്രൂപ്പിൽ പ്രചരിക്കുന്നുമുണ്ട്. ലക്ഷ്മി ചെയ്തത് തെറ്റാണെങ്കിലും ക്ഷമ ചോദിച്ചില്ലേ എന്നാണ് കുറിപ്പിൽ പറയുന്നത്. കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെ: ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ അതിൽ കുറ്റബോധം പിന്നീടാണ് ഉണ്ടാകുക. എന്നിട്ട് ക്ഷമ ചോദിച്ചാൽ അതിനപ്പുറത്തേക്ക് അയാൾക്കൊന്നും ചെയ്യാനാകില്ല. ചെയ്തത് വലിയ തെറ്റ് തന്നെ, പക്ഷേ ലക്ഷ്മി അതിൽ ക്ഷമ ചോദിക്കാൻ കാണിച്ച മനസ്സ് നല്ലത് തന്നെ. ഒരിക്കലും അനുമോളായി ലക്ഷ്മിയെ താരതമ്യം ചെയ്യാൻ പറ്റില്ല. മസ്താനി എങ്ങനെയാണ് ആ കഥ വിവരിച്ചത് എന്നുകൂടി ഇന്നത്തെ എപ്പിസോഡിൽ ബിഗ് ബോസ് ഒന്ന് കാണിക്കണം. അതും ആവാം ലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് പോയത്. പക്ഷേ ലാലേട്ടനും ബിഗ് ബോസ് ഹൗസും നോക്കിയിട്ടും കാണാത്ത കാര്യം കണ്ടെന്ന് പറഞ്ഞ് ബിഗ് ബോസിന് ഇതുവരെ ഇല്ലാത്ത നാണക്കേടിൻ്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഒരു ഖേദവുമില്ലാതെ കുറ്റബോധവുമില്ലാതെ ക്ഷമ ചോദിക്കാതെ വീണ്ടും വ്യക്തിപരമായ വൈരാഗ്യം വെച്ച് പോയ അനുമോളെക്കാട്ടിലും എത്രയോ ഭേദമാണ് ലക്ഷ്മി. അപ്പോൾ പറഞ്ഞു വരുന്നത്, ലക്ഷ്മിയെ പലരും പറയുന്നുണ്ട് വാരാന്ത്യ എപ്പിസോഡ് ആയതുകൊണ്ട് ലാലേട്ടനെ പേടിച്ചാണ് ഇപ്പോൾ തെറ്റ് അംഗീകരിക്കുന്നത്. അങ്ങനെ പറയുന്നത് മണ്ടത്തരമാണ്. കാരണം അവൾക്ക് എന്തായാലും അറിയാം ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, സാധനം കയ്യിൽ നിന്ന് പോയെന്ന്. അതുകൊണ്ട് അവൾ ക്ഷമ ചോദിക്കണം, തെറ്റ് അംഗീകരിക്കണം എന്നത് യാതൊരു നിർബന്ധവുമില്ല. വെറുതെ എന്തിന് ലാലേട്ടൻ്റെ അടുത്ത് നിന്ന് കിട്ടും എന്ന് ഉറപ്പായപ്പോൾ എല്ലാ മത്സരാർത്ഥികളോടും പോയി കുറ്റം ഏറ്റുപറയണം. തെറ്റ് അംഗീകരിക്കാനും ക്ഷമ ചോദിക്കാനും വലിയ മനസ്സ് വേണം. കാരണം മറ്റുള്ളവർ അടിമയായി കാണും, ഷോ കാണിക്കും, ക്ഷമ ചോദിച്ചത് സ്വീകരിക്കാനും പോകുന്നില്ല. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ലക്ഷ്മി ചെയ്തതിനോട് മതിപ്പ് തോന്നി എന്ന് വേണം പറയാൻ. അവർക്ക് എന്തും എവിടെ പറയണമെന്നത് കൺഫ്യൂഷനാണ്. എല്ലാത്തിനെയും വിട്ട് ആണുങ്ങളെ മൊത്തം വെറുക്കുന്നുവെന്ന് അക്ബർ പറഞ്ഞതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. ആൾക്ക് ആളുടേതായ ശരികളുണ്ട്. പക്ഷേ അതെങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ പറയുന്നത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അവരുടെ ശരി മറ്റുള്ളവർക്കത് ശരിയായിരിക്കില്ല. പിന്നെ ആൾക്ക് ഇങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടാകാം, മാനസികമായി വല്ല പ്രശ്നവും കാണും. ആർക്കറിയാം? അവളുടെ വ്യക്തിജീവിതം, വിവാഹ ജീവിതം എന്തായാലും അവർ ചെയ്തത് ആരും അംഗീകരിക്കില്ല, അത് ഉറപ്പാണ്. അവൾ വലിയ തെറ്റ് ചെയ്തു എന്ന് അംഗീകരിക്കുന്നു. എന്തായാലും ലക്ഷ്മി വളരെ മ്ലേച്ഛമാണ്. അസൂയ, കപടത, ചെറിയ കാര്യങ്ങൾക്ക് പോലും വ്യക്തിപരമായ വൈരാഗ്യം വെച്ച് ഒരിക്കലും ക്ഷമിക്കാതെ പ്രതികാരം ചെയ്യാൻ ഏത് തലത്തിലേക്കും പോകുന്ന കള്ളം പറയുന്ന അനുമോളേക്കാൾ. എന്തായാലും ഇനി സംഭവിക്കാൻ പോകുന്നത് ഇതിൻ്റെ പേരിൽ ലക്ഷ്മിയെ പുറത്താക്കും. അത് 100% ഉറപ്പാണ്. അനുമോൾ പ്രശ്നം വന്നിട്ടും നടപടിയെടുക്കാത്ത ബിഗ് ബോസ് ഇതിനെന്തെങ്കിലും ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, പക്ഷേ അനുമോൾ പുറത്ത് സീരിയൽ ആരാധകർ ഉള്ളതുകൊണ്ട് അവളെ പുറത്താക്കാൻ പറ്റില്ല, അത് വേറെ കാര്യം. എന്നാൽ ലക്ഷ്മി വോട്ട് കുറഞ്ഞതുകൊണ്ട് പറഞ്ഞ് പുറത്താക്കും. പക്ഷേ യഥാർത്ഥ കാരണം ഇതാണ് ലക്ഷ്മിയെ ന്യായീകരിച്ചുകൊണ്ട് ലക്ഷ്മിയുടെ ഫാൻസുകാർ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ ഈ കുറിപ്പ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കുമായി നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ന്യൂസ് ഡെസ്ക് മലയാളി ഡെയിലി.